അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറി കാത്തിരിക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലേ ഒരു ടൂറ് പോകും എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിന്ന് റിസോർട്ടിലാണുള്ളത്. റിസോർട്ടിലിപ്പോൾ ഏകദേശം രാത്രി ആണ്, ടൈം കണ്ടില്ലേ. അപ്പോൾ ഞാൻ വിശദമായിട്ട് നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറി വിടണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇത് വല്ലാതെ ഇന്ന് പറയുന്നില്ല. ജസ്റ്റ് പറയാൻ കഥയിൽ ഉൾപ്പെടുത്താവുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നമ്മുടെ ഷെഫി ഉസ്താദിന് മാത്രം നല്ലൊരു ജീവിതമല്ലേ, എല്ലാവർക്കും ജീവിതമായി. ഷെഫി ഉസ്താദ് സ്നേഹിച്ച, ഷെഫി ഉസ്താദ് ഇഷ്ടപ്പെട്ട, ആഗ്രഹിച്ച എല്ലാവർക്കും ആയി. അതെ, എല്ലാവരും ഷെഫി ഉസ്താദിനെ ഉപേക്ഷിച്ച് പോയി എന്ന് തന്നെ പറയാം. എന്തിനേറെ നിക്കാഹ് കഴിച്ച ഭാര്യയും സ്നേഹിച്ച ഫർസാനയും എല്ലാവരും പോയി. ഇപ്പോൾ ഷെഫി ഉസ്താദ് തനിച്ചാണ്, ആരുമില്ല. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് കരഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട്, സഹറ ബത്തൂൽ. അവളെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കണ്ടേ. സഹറ ബത്തൂൽ എന്ന് പറഞ്ഞാൽ ഒരു പാവം പെൺകുട്ടിയാണ്. അതെ, അറബിയുടെ മകളാണ്. പക്ഷേ അവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഷെഫി ഉസ്താദ് ഖുർആൻ പഠിപ്പിക്കുന്ന കുട്ടിയാണ് അവൾ. അതുകൊണ്ട് തന്നെ ഷെഫി ഉസ്താദിന് ഏറ്റവും ബഹുമാനവുമാണ് അവൾക്ക്. ഉമ്മയും കുടുംബങ്ങളും എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ ഷെഫി ഉസ്താദിൻ്റെ മനസ്സ് വിങ്ങിയിരുന്നു. എങ്കിലും ആ ഉമ്മ കണ്ണീരോടെ പൊന്നുമോനു വേണ്ടി ദുആ ചെയ്തിരുന്നു. അതെ, പ്രിയപ്പെട്ട ഉസ്താദും. ആ ഉസ്താദിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയത് അത് ഷെഫി ഉസ്താദാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹമുണ്ട്. റബ്ബേ, എനിക്ക് ഈ പുണ്യഭൂമി കാണുവാനും അതിനുള്ള അവസരമെല്ലാം ഒരുക്കി തന്നത് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ എൻ്റെ ഷെഫിമോനാണ്. അതുകൊണ്ട് തന്നെ അവന് നല്ലൊരു ജോലി നല്ലൊരു ജീവിതം നീ കൊടുക്ക്. നല്ലൊരു ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതെ, ഖുർആൻ പഠിപ്പിക്കുന്ന ജോലി, ഞാൻ ഏറ്റവും ആഗ്രഹിച്ച ജോലി. പടച്ച റബ്ബേ, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ ഇനിയും ഇതിനേക്കാൾ നല്ല റാഹത്തായൊരു ജീവിതം അല്ലാഹുവേ നൽക് റഹ്മാനെ. അതായിരുന്നു അവൻ ആഗ്രഹിച്ചതും അതവന് കിട്ടിയതും. ഉസ്താദ് ആലോചിച്ചു, റബ്ബേ, എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന് നല്ലൊരു ജീവിതം വേണം, ഒരു പെണ്ണിനെ വേണം. പക്ഷേ എൻ്റെ പൊന്നുമോൻ പറയുന്നത് ഈ ലോകത്തിന് എനിക്ക് ഒരു ജീവിതം വേണ്ട എന്നതാണ്. പക്ഷേ അവന് ചെറുപ്പമാണ്. അതെ, വളരെയധികം ചെറുപ്പം. അവൻ ജീവിതത്തിലേക്ക് കടക്കുവാനുള്ള കാലമേ ആയിട്ടുള്ളൂ. അവന് ഇനിയും ഭാര്യയാകാം, മക്കളാകാം, ഒന്നുമായിട്ടില്ല. അപ്പോഴേക്കും അവൻ്റെ മനസ്സിൽ വലിയ വിഷമങ്ങളാണ് ഉണ്ടായത്. അവൻ്റെ ജീവിതത്തിലെ 2 കാര്യങ്ങളാണ് അങ്ങനെയായി മാറിയത്. അതുകൊണ്ട് തന്നെ ആ ഉസ്താദിൻ്റെയും പ്രിയപ്പെട്ട ഉമ്മയുടെയും പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും. എന്തൊക്കെ തന്നെയാലും ഷെഫി ഉസ്താദിൻ്റെ മനസ്സിലും വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു. അങ്ങനെയതാ നാളെ മുതൽ ഷെഫി ഉസ്താദ് സഹറ ബത്തൂലിനെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ്. നാളെ സ്കൂൾ തുറക്കുന്ന ദിവസം. നാളെ മുതൽ കൊണ്ടാക്കണം, രാവിലെ കൊണ്ടാക്കണം, എന്നിട്ട് വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരണം. നാളെ മുതൽ ഡ്യൂട്ടി ഉണ്ട്. ഇതുവരെ ഉംറയും കാര്യങ്ങളുമെല്ലാമായിട്ട് ലീവായിരുന്നു. എന്തൊക്കെ തന്നെയാലും അൽഹംദുലില്ലാ, പഠിച്ചവനെല്ലാം റാഹത്തായി കഴിഞ്ഞു. എൻ്റെ ഉമ്മയും എൻ്റെ ഉസ്താദും എൻ്റെ ഫാമിലിയും ഉസ്താദിൻ്റെ ഫാമിലിയുമെല്ലാം നല്ല രീതിയിൽ എല്ലാം കഴിഞ്ഞ് അവർ നാട്ടിലേക്ക് പോയി. റഹ്മാനെ, പടച്ച റബ്ബേ, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെയും എൻ്റെ മാതാവിനെയും നീ കാത്തുരക്ഷിക്ക് റഹ്മാനെ. ഫർസാനക്കും അറബിക്കും നല്ല ദാമ്പത്യ ജീവിതം നൽകുക റഹ്മാനെ. എനിക്ക് ലഭിച്ചില്ല എങ്കിലും അവർക്ക് നീ നല്ല ജീവിതം കൊടുക്കല്ല. ഉസ്താദ് അങ്ങനെ ഓരോന്ന് ആലോചിച്ചു. ആ ദിവസം കടന്നുപോയി. പിറ്റേന്ന് സുബഹിന് തന്നെ സഹറ ബത്തൂലിന് ക്ലാസ്സുണ്ട്. ക്ലാസ്സിന് ചെന്നിരുന്നപ്പോൾ തന്നെ സഹറ ബത്തൂലിൻ്റെ ആ ഒരു സന്തോഷകരമായ ആ ഒരു സംസാരം കേട്ട് ശരിക്കും ചോദിച്ചു, എന്തു പറ്റി സഹറ ബത്തൂൽ ഇന്ന്? ഉസ്താദേ, അങ്ങയുടെ ഉമ്മയെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് തോന്നിയത്. അതെ,
ആ മാതാവ് എന്നെ അത്യധികം സ്നേഹിക്കുന്നു. ബത്തൂൽ, നീ എന്തേ പറയുന്നത്? അതെ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ ഉമ്മയെ. എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഉമ്മയെ. അവളുടെ ആ ഒരു മറുപടി കേട്ട് ഷെഫി ഉസ്താദും വളരെയധികം സന്തോഷിച്ചു. ബത്തൂൽ, എൻ്റെ ഉമ്മാക്ക് ആരുമില്ല ബത്തൂൽ. എൻ്റെ ഉമ്മയെ ഏൽപ്പിച്ചവരെല്ലാം എൻ്റെ ഉമ്മയെ ഉപേക്ഷിച്ച് പോയി. ശരിക്കും ബത്തൂൽ സങ്കടപ്പെട്ട് കൊണ്ട് ചോദിച്ചു, ഉസ്താദ് എന്തു പറ്റി? അതെ ബത്തൂൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ചതല്ലേ കിട്ടുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതായിരിക്കും എനിക്കെൻ്റെ ജീവിതത്തിൽ വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ ബത്തൂലിനെ അത് വളരെയധികം സങ്കടമുള്ളതാക്കി. ഷെഫി ഉസ്താദിനോട് വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് ബത്തൂൽ പെരുമാറിയത്. അങ്ങനെ അന്ന് ഫുഡെല്ലാം കഴിച്ച് അതാ കോളേജിലേക്ക് സ്കൂളിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പാണ്. ഷെഫി ഉസ്താദ് കാത്തിരിക്കുന്നു വാഹനവുമായി. അങ്ങനെ സഹറ ബത്തൂൽ അന്ന് ക്ലാസ്സിലേക്ക് വരികയാണ്. അതിനുവേണ്ടി വാഹനത്തിൽ കയറി പതിവ് പോലെ അവളുടെ സംശയങ്ങൾ തുടർന്നു. യാ ഷെഫി, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ, അങ്ങനെനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതെ, ഈ ദുനിയാവിനെക്കുറിച്ചും ആഖിറത്തിനെക്കുറിച്ചും അള്ളാഹു സൃഷ്ടിച്ച കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് പറഞ്ഞു തന്നു. അങ്ങയോട് എനിക്ക് ഇനിയും ഒരുപാട് സംശയങ്ങൾ ചോദിക്കുവാനുണ്ട്. ബത്തൂൽ, മോൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ പറഞ്ഞു തരും. അങ്ങനെ അന്നും അതാ ഓരോ സംശയങ്ങൾ ചോദിക്കുകയാണ്. അന്ന് അവൾക്കുണ്ടായ സംശയം മറ്റൊന്നുമല്ലായിരുന്നു. സ്വർഗത്തിലെ വിവാഹത്തെക്കുറിച്ചായിരുന്നു അവൾ പറഞ്ഞത്. ഉസ്താദേ, ഈ ദുനിയാവിൽ വിവാഹം കഴിക്കാത്തവർക്ക് നാളെ സ്വർഗലോകത്ത് വിവാഹമുണ്ടാകുമോ? അവളുടെ ആ ഒരു വാക്ക് കേട്ട് ഒരു നിമിഷം ഷെഫി ഉസ്താദ്, ബത്തൂൽ, എന്താ നീ അങ്ങനെ ചോദിച്ചത്? ഉസ്താദെ, എൻ്റെ സംശയം മാത്രം. എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. ഈ ദുനിയാവിൽ വിവാഹ ജീവിതമില്ല എങ്കിൽ നാളെ പരലോകത്ത് വെച്ച് സ്വർഗത്തിൽ വെച്ച് നമുക്കത് ലഭിക്കുമോ? അതാണ് ഞാൻ ചോദിച്ചത്. പൊന്നുമോളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കും നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ടോ നന്മ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. അതിനനുസരിച്ചായിരിക്കും നമുക്ക് നാളെ അവിടുത്തെ ജീവിതം. അതെ, തെറ്റ് ചെയ്തവർക്ക് നരകശിക്ഷയുണ്ടാകും, അതുപോലെ നന്മ ചെയ്തവർക്ക് നന്മയുണ്ടാകും. അങ്ങനെ സ്വർഗത്തിൽ വെച്ച് നമ്മൾ ആഗ്രഹിച്ച ഇണയെ നമുക്ക് ലഭിക്കും എന്നൊക്കെ തന്നെയാണല്ലോ. എന്താ ബത്തൂൽ അങ്ങനെ ചോദിക്കാൻ കാരണം? അത് ഉസ്താദെ, മറ്റൊന്നുമല്ല. എനിക്ക് എന്താ ബത്തൂൽ പറയൂ. എനിക്ക് ബത്തൂൽ പറഞ്ഞോളൂ. പക്ഷേ ബത്തൂലിനത് മുഴുവനാക്കുവാൻ കഴിഞ്ഞില്ല. ഉസ്താദെ, ദുനിയാവിലെ എല്ലാവർക്കും വിവാഹം കഴിക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് പലർക്കും പല രീതിയിലായിരിക്കില്ലേ? സത്യം പറഞ്ഞാൽ തന്നെ ഉദ്ദേശിച്ചാണോ അവൾ പറയുന്നത് എന്ന് വരെ തോന്നിപ്പോയി ഉസ്താദിന്. കാരണം തൻ്റെ ജീവിതമെല്ലാം അങ്ങനെയാണല്ലോ. ശരിക്കും ഒരു നല്ല രീതിയിലല്ലല്ലോ എൻ്റെ ജീവിതം. അതറിഞ്ഞത് കൊണ്ടായിരിക്കുമോ ഒരു പക്ഷേ അവൾ എന്നോട് അത് ചോദിച്ചത്? ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ പല സംശയങ്ങൾ വന്നു തുടങ്ങി. ബത്തൂൽ, നീ എന്താ അങ്ങനെ ചോദിച്ചത്? എന്തൊക്കെ തന്നെയായാലും ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ പല ചിന്തകൾ കടന്നു വന്നു. അല്ലാഹുവേ, റബ്ബേ, എന്നെക്കുറിച്ചെല്ലാം ഇവൾക്കറിയുമോ എന്നിവരെ ഉസ്താദ് ചിന്തിച്ചു പോയി. അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ സ്കൂളെത്തി. ബത്തൂൽ സ്കൂളെത്തിയിട്ടുണ്ട്. ഉസ്താദേ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ബത്തൂൽ അവളുടെ ബാഗും ഫുഡും സാധനങ്ങളുമെല്ലാം ഉസ്താദ് അവൾക്ക് എടുത്തു കൊടുത്തു. അങ്ങനെ അതാ അവൾ പോയി. എന്നാൽ ഉസ്താദ് തിരിച്ചു വരുമ്പോൾ അതായിരുന്നു ആലോചിച്ചിരുന്നത്. എന്തായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്? ഈ ലോകത്ത് വിവാഹം കഴിക്കാത്തവർക്ക് നാളെ സ്വർഗലോകത്തിൽ വെച്ച് വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അറിയില്ല. എന്നെ ഉദ്ദേശിച്ചായിരിക്കോ? അറിയില്ല റബ്ബേ. എൻ്റെ കഥകളെല്ലാം അവൾ അറിഞ്ഞോ? ഒരിക്കൽ പോലും അവൾ അറിയരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ അത് മാത്രമായിരുന്നു ചിന്തകൾ. എന്തൊക്കെ തന്നെയായാലും വൈകുന്നേരം അവളെ പോകണം. ഷെഫി ഉസ്താദ് വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്.
അതെ, എല്ലാം കൂടി ആലോചിക്കുമ്പോൾ മനസ്സ് വിങ്ങിപ്പൊട്ടുകയാണ്. ഞാൻ ഏറെ പ്രതീക്ഷയോടെ എനിക്കൊരു കുഞ്ഞെന്നുള്ള സ്വപ്നത്തിൽ നിൽക്കുകയായിരുന്നു. അതിനിടയ്ക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അല്ലാ, എൻ്റെ കുഞ്ഞിനെ നീ സംരക്ഷിക്കണമല്ല. അപ്പോഴും ഷെഫി ഉസ്താദ് അതായിരുന്നു വിചാരിച്ചിരുന്നത്. ഒരിക്കൽ പോലും സഹ്റ ബത്തൂലിനെ കുറിച്ച് തെറ്റായ രീതിയിൽ അദ്ദേഹം ഒന്നും തന്നെ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ സഹ്റ ബത്തൂലിൻ്റെ മനസ്സിൽ എന്താണ് ഏതാണ് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തൊക്കെ തന്നെയാലും എന്തായിരിക്കും തിരിച്ചു വരുമ്പോൾ സഹ്റ ബത്തൂലിൻ്റെ ആ ഒരവസ്ഥ? അവൾ എന്ത് പറയും തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട്? ഷെഫി ഉസ്താദ് അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ, ബത്തൂലിന് ക്ലാസ് കൊടുക്കണം, അവളെ കൊണ്ടുവരണം. ആ ജോലി മാത്രമേ ഷെഫി ഉസ്താദിനുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവൾക്കെല്ലാം വിശദീകരിച്ച് കൊടുക്കണം. ഉസ്താദ് കിതാബുകൾ നോക്കി തുടങ്ങി. അതെ, ഓരോന്നിൻ്റെയും വിശദീകരണങ്ങൾ എല്ലാം നോക്കി തുടങ്ങി. അങ്ങനെ അതാ അന്ന് വൈകുന്നേരം ബത്തൂലിനെ കൊണ്ടുവരാൻ വേണ്ടി ഉസ്താദ് പോവുകയാണ്. തിരിച്ചു വരുമ്പോൾ സഹ്റ ബത്തൂല് എന്തായിരിക്കും ചോദിക്കുക എന്നുള്ള രീതിയിൽ ഒരു സംശയവുമുണ്ട് ഉസ്താദിന്. റബ്ബേ, ഇന്നെന്തായിരിക്കും അവളുടെ സംശയം? എന്നോട് ഇന്ന് രാവിലെ അവൾ ചോദിച്ചത് വിവാഹത്തെക്കുറിച്ചാണ്. വൈകുന്നേരമാകുമ്പോൾ അവളുടെ സംശയം എന്തായിരിക്കും? ഞാൻ അതിനെങ്ങനെ ഉത്തരം കൊടുക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അങ്ങനെ അതാ അവളെ കാത്തു നിൽക്കുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ബെല്ലടിച്ചു. അതാ സഹ്റ ബത്തൂൽ വന്ന് വാഹനത്തിൽ കയറി. ഷെഫി ഉസ്താദ് ഓരോന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് അതാ വാഹനം തിരിച്ച് പോരുകയാണ്. ബത്തൂൽ, ഉസ്താ മോളെ, ഇന്നെന്താ ഒന്നും ചോദിക്കാനും പറയാനൊന്നുമില്ലേ? സംശയങ്ങളെല്ലാം തീർന്നോ? ഇല്ല ഉസ്താദേ, ഒരിക്കലും. എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഇനിയും. പിന്നെന്താ ചോദിക്കാത്തത്? എന്താ ചോദിക്കാതെ മിണ്ടാതെ നിൽക്കുന്നത്? ഒരു നിമിഷം ഷെഫി ഉസ്താദ് അതവളോട് ചോദിച്ചു. എന്നാൽ അവൾ മൗനമായിരുന്നു പാലിച്ചിരുന്നത്. എന്താ എൻ്റെ ബത്തൂൽ നീ ഒന്നും മിണ്ടാത്തത്? നിനക്കെന്തും എന്നോട് ചോദിക്കാലോ. മോള് എന്നോട് ചോദിക്ക് എന്തുണ്ടെങ്കിലും. അങ്ങനെ അതാ ആ സൈഡ് ഗ്ലാസ്സിലൂടെ നമ്മുടെ ഷെഫി ഉസ്താദ് അതാ ബത്തൂലിനെ നോക്കുന്നു. എന്താ ബത്തൂലൊന്നും മിണ്ടാത്തത് എന്ന് കരുതിയിട്ട്. ബത്തൂൽ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? എന്ത് സംശയം നിനക്ക് മോളെ ചോദിക്കാനുള്ളത്? എന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കാലോ. മോൾ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, നീ ചോദിച്ചോ എന്ത് വേണമെങ്കിലും. ആ കണ്ണാടിയിലൂടെ അതാ സഹ്റ ബത്തൂൽ മിണ്ടാതെ എന്താ ഇരിക്കുന്നത് എന്നറിയുവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അതാ നമ്മുടെ ഷെഫി ഉസ്താദ് നോക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു കാഴ്ച കണ്ട് ഷെഫി ഉസ്താദ് ഞെട്ടിപ്പോയി. യാ അല്ലാ, യാ റബ്ബേ, പഠിച്ചോനെ, എന്താ ഇത്? ഒരു നിമിഷം ഷെഫി ഉസ്താദിന് എന്ത് പറയണം എന്ത് ചെയ്യണം എന്നായിപ്പോയി. അത് കണ്ട് ഷെഫി ഉസ്താദ് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു, വല്ലാത്തൊരു ഷോക്കായിരുന്നു ഷെഫി ഉസ്താദിന് അനുഭവപ്പെട്ടത്. ഷെഫി ഉസ്താദിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അല്ലാ റബ്ബേ, ഞാൻ എന്ത് ചെയ്യും, എന്ത് പറയും, എനിക്കറിയുന്നില്ല. എന്തായിരിക്കും ഷെഫി ഉസ്താദിൻ്റെ ശ്രദ്ധയിൽ പെട്ടത്? എന്താണ് അവിടെ സംഭവിച്ചത്? നമുക്ക് കാത്തിരുന്ന് കാണാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഈ റിസോർട്ടിൽ വെച്ച് സ്റ്റോറി നിങ്ങൾ കാത്തിരിക്കുന്നു കരുതിയിട്ട് ഇന്ന് പറഞ്ഞു വിട്ടതാണ്. ഇൻഷാ അല്ലാ നാളെ പെട്ടെന്ന് നാട്ടിലെത്തുകയാണെങ്കിൽ പറഞ്ഞു വിടും. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കണം കേട്ടോ. കാരണം ഇതിൽ ഒരുപാട് തെറ്റുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടുമില്ല, ഒന്നുമില്ല, ജസ്റ്റ് വീഡിയോ എടുത്ത് ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഷെഫി ഉസ്താദ് എന്തായിരിക്കും കണ്ടത്? എന്താണ് ഷെഫി ഉസ്താദ് ഞെട്ടാൻ കാരണം? എന്താണ് അവിടെ സംഭവിച്ചത്? ഹംദക്ക് വല്ലതും സംഭവിച്ചോ? എന്തായിരിക്കും ഷെഫി ഉസ്താദ് ഞെട്ടിത്തെറിക്കാൻ കാരണം? സോറി കേട്ടോ, ഹംദയല്ല, നമ്മുടെ എന്താ പറയുക, ബത്തൂല്. ഒരുപാട് കഥകൾ ഉണ്ടായതുകൊണ്ട് പേര് മാറിയതുണ്ട്. ഹംദയല്ല, ബത്തൂലിന് എന്തെങ്കിലും സംഭവിച്ചോ? എന്തായിരിക്കും ബത്തൂലിന് സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഷെഫി ഉസ്താദ് ഞെട്ടിയത്? നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുന്നു. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കണം കേട്ടോ. നിങ്ങൾ കാത്തിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ സ്റ്റോറി ഇന്ന് വേഗം വിട്ടതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
പിന്നെ നമ്മുടെ മറ്റേ ഉസ്താദ് ഉണ്ടല്ലോ, എന്ത് ഉസ്താദിൻ്റെ പേര്, ഹബീബ് ഉസ്താദിൻ്റെ സ്റ്റോറി കേൾക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇൻഷാ അള്ളാ അത് വേണമെന്നുള്ളവർ ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്തിടാം ഇൻഷാ അള്ളാ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ എല്ലാ കൂട്ടുകാരും എൻ്റെ മക്കളും ഞങ്ങളെ സ്കൂൾ ഫ്രണ്ട്സ് ഒന്നായിട്ട് അങ്ങനെ വന്നതാണ്. അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് 5-6 ഫാമിലി വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ അവിടെ ഇപ്പോൾ സ്വിമ്മിംഗ് പൂളിലാണ് കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അങ്ങോട്ട് ചെല്ലണി അനുസരിച്ച് നല്ല ഒച്ചപ്പാടും ബഹളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇവിടുത്തെ നല്ലൊരു അടിപൊളി കാഴ്ചകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അത് വയനാട്ടിൽ ചൂരൽമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. കണ്ടില്ല, അവിടെ ഇങ്ങനെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് എല്ലാവരും നല്ല രീതിയിൽ ഇങ്ങനെ കളിക്കുകയാണ്. ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു, മാഷാ അള്ളാ. ഫുഡ് ചപ്പാത്തി, ചിക്കന്, അതുപോലെ പൊറോട്ട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇഷ്ടമുള്ള റൈസ് വേണമെങ്കിൽ അത് ആക്കാം, അല്ലെങ്കിൽ ഫുഡ് എന്തും പറയട്ടോ, അതിനനുസരിച്ച് നമ്മൾക്ക് ഇവർ ചെയ്തു തരും. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ഏരിയ ആണിത് ഇവിടെ. അതുപോലെ ഇവിടെ ഫുഡ് കഴിക്കുന്ന ഏരിയ, ഇവിടെയൊക്കെ ഫുഡ് കഴിക്കുന്ന ഏരിയ കേട്ടോ, ആ ഒരു ഭാഗത്ത് ഉണ്ട്. അതുപോലെ ഇവിടെ ഊഞ്ഞാലിൽ ആടിയിട്ട് ഫുഡ് കഴിക്കുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ എല്ലാവരും നല്ല രീതിയിൽ അവിടെ സ്വിമ്മിംഗ് പൂളിലേക്ക് കുളിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാളത്തെ സ്റ്റോറി കാണാൻ മറക്കരുത് കേട്ടോ.